നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മാള സെന്റർ പാട്രൺസ് കൗൺസിൽ സംഗമവും നോമ്പുതുറയും നടത്തും. മാർച്ച് 12 വ്യാഴാഴ്ച വൈകിട്ട് മാള സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ സെന്ററിന്റെ പുതിയ ബിൽഡിംഗ് നിർമ്മാണത്തെക്കുറിച്ചും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. കൗൺസിൽ യോഗത്തിന് ശേഷം നടക്കുന്ന സ്നേഹ സംഗമത്തിൽ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സെന്ററിന്റെ ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ മാള സെന്ററിന്റെ പരിചരണത്തിലിരുന്ന കനകക്കുന്ന് താണത്തുപറമ്പിൽ അലിയുടെ മരണശേഷം കുടുംബം ആൽഫ മാള സെന്ററിന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ബൈപ്പാസ് മെഷീനുകൾ സംഭാവന നൽകി. അലിയുടെ കുടുംബാംഗങ്ങൾ ആൽഫ സ്റ്റാഫിന് ഉപകരണങ്ങൾ കൈമാറി. രോഗി പരിചരണത്തിനുള്ള ധനശേഖരണാർത്ഥം ആൽഫ നടത്തുന്ന പേഷ്യൻ കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ 2026 ഉദ്ഘാടനം അന്തിക്കാട് സെന്ററിൽ നടന്നു. ആദ്യ കൂപ്പൺ ബുക്ക് സെന്ററിന്റെ രക്ഷാധികാരി അഡ്വക്കേറ്റ് KR ഭാരതിന് നൽകിക്കൊണ്ട് ലിങ്ക് സെന്റർ പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്ററാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സെക്രട്ടറി ശിവരാമൻ മാസ്റ്റർ, സെൻട്രൽ കൗൺസിൽ അംഗം രാജീവ്, പത്മിനി സത്യൻ, ജോസ് തട്ടിൽ, രവി മേനോത്ത് പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ കൊല്ലം സെന്റർ സ്റ്റാഫ് മീറ്റിംഗ് സെന്ററിൽ നടത്തി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പേഷ്യൻ കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഹോം കെയർ, ഫിസിയോതെറാപ്പി പ്രവർത്തനങ്ങളും ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, ഫിസിയോതെറാപ്പിസ്റ്റ് സജാദ് ഖാൻ, നഴ്സിംഗ് ഇൻചാർജ് ആശ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ അമൽ വർഗീസ്, ഗൗരി സ്വപ്ന എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.